വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. നാം അറിയാതെ നമ്മുടെ ശരീരത്തിലെ ചില പേശികൾ പെട്ടെന്ന് ആവർത്തിച്ച് വലിയുന്നതാണ് ടിക്സ്. ഇത് കുട്ടികളിലും കൗമാരക്കാരിലും സാധാരണയായി കണ്ടുവരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അവ തനിയെ മാറുകയും ചെയ്യും. എന്നാൽ ടിക് ഡിസോർഡർ ഒരു രോഗാവസ്ഥയാണ്. ഇത് പേശീചലനങ്ങളായും ശബ്ദങ്ങളായും അനുഭവപ്പെടാം. കണ്ണ് ചിമ്മുക, മുഖം തുടിക്കുക, ചുളിക്കുക, തോളുകൾ വെട്ടിക്കുക, തല പെട്ടെന്ന് തിരിക്കുക, തൊണ്ട ശമിപ്പിക്കുക, ത്രോട്ട് ക്ലിയറിങ്, കൂടെ മൂക്ക് ചീറ്റുക, അനാവശ്യമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുക, ഇവയൊക്കെ ഉദാഹരണങ്ങളാണ്. ഇവ ഉറക്കത്തിലും ഉണ്ടാകാം. പല മാതാപിതാക്കളും കരുതുന്നത് കുട്ടികൾ മനഃപൂർവ്വം കാണിക്കുന്ന കുസൃതിയോ അല്ലെങ്കിൽ ഒരു മോശം ശീലമോ ആണ് ഇത് എന്നാണ്. എന്നാൽ അതല്ല സത്യം. മസ്തിഷ്കത്തിലെ രാസമാറ്റങ്ങളും നാഡീവ്യൂഹത്തിലെ പ്രത്യേകതകളുമാണ് ഇതിന് കാരണം. കുട്ടിക്ക് ഇത് നിയന്ത്രിക്കാൻ പ്രയാസമാണ്. തുമ്മലോ ചൊറിച്ചിലോ വരുന്നത് പോലെ ഒരു തോന്നൽ വന്നാൽ ആ ചലനം ഉണ്ടായാൽ മാത്രമേ അവർക്ക് ആശ്വാസം ലഭിക്കൂ. ADHD, ഓട്ടിസം, ആങ്സൈറ്റി ഡിസോർഡർ, OCD തുടങ്ങിയ മാനസിക അവസ്ഥകൾക്കൊപ്പവും ഇവയുണ്ടാകാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. കളിയാക്കുകയോ ശിക്ഷിക്കുകയോ അരുത്. അത് ചെയ്യരുത് എന്ന് നിർബന്ധിക്കുകയോ പാടില്ല. നിങ്ങൾ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കും തോറും അവരുടെ സമ്മർദ്ദം കൂടുകയും ടിക്സ് വർദ്ധിക്കുകയും ചെയ്യും. സമ്മർദ്ദം കുറയ്ക്കുക. പരീക്ഷാപേടി, ഉത്കണ്ഠ, ഉറക്കക്കുറവ് എന്നിവ ടിക്സ് കൂടാൻ കാരണമാകും. അതുകൊണ്ട് കുട്ടികൾക്ക് സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കുക. ടിക്സ് കുട്ടിയുടെ പഠനത്തെയോ സാമൂഹിക ജീവിതത്തെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ, ശരീരവേദനയോ മുറിവോ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ, ഈ പ്രശ്നങ്ങൾ 1 വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധനെ, സൈക്യാട്രിസ്റ്റിനെ കാണിക്കുകയും ചികിത്സിക്കുകയും ചെയ്യണം. ബിഹേവിയറൽ തെറാപ്പിയിലൂടെയും മരുന്നുകളിലൂടെയും ഇത് നിയന്ത്രിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ പിന്തുണയും സ്നേഹവും പ്രധാനമാണ്. കൃത്യമായ ധാരണയോടും കരുതലോടും കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ടിക് ഡിസോർഡർ. താങ്ക് യു ഫോർ വാച്ചിങ്.